നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം ഹരി. വളരെയധികം പ്രാധാന്യമുള്ള, അത് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സംഘടനയാണ് NSS. ഇപ്പോ വലിയ രീതിയിൽ NSS പൊതുസമൂഹത്തിൽ, പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. എന്താണ് അതിന്റെ പിന്നിലെ കാരണം? അതായത് NSS ചോദ്യം ചെയ്യപ്പെടാൻ കാരണം NSS ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരുടെ ചില ചെയ്തികളാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ കുറെ നാളുകളായി ഒരു ഏകാധിപത്യ പ്രവണതയിലൂടെയാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് എവർക്കും അറിയാം. അതായത് ഈ നായന്മാരുടെ ഐക്യത്തിനോ നായന്മാരുടെ ഏതെങ്കിലും ക്ഷേമത്തിനോ ഏതെങ്കിലും സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രീതികളുമായി പൊരുത്തപ്പെട്ടു പോകാനോ കഴിയാത്ത ഒരു നേതൃനിരയാണ് ഇന്നുള്ളതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് വലിയ അസംതൃപ്തി പല ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇതിന് ബദലായി പലപ്പോഴും ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു ഏകീകൃത രൂപം കൈവരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇത്രയും കാലം ഈ സുകുമാരൻ നായർ ഇങ്ങനെ അജയ്യനായി മുന്നോട്ട് പോയി. സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കഴിയുന്ന ഏറ്റവും നെഗറ്റീവായ കാര്യം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ എല്ലാം തന്നെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം അവരോധിച്ചു എന്നുള്ളതാണ്. ഇപ്പോ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് മുൻ മന്ത്രി കൂടിയായിരുന്ന KB ഗണേഷ് കുമാറാണ്. അതിന്റെ കാരണം നമുക്ക് വ്യക്തവും കൃത്യവുമായി അറിയുകയും ചെയ്യാം. കാരണം KB ഗണേഷ് കുമാർ കഴിഞ്ഞ ഒരു 3-4 മാസം മുൻപ് വരെ സുകുമാരൻ നായരോടൊപ്പം നിന്നിരുന്ന ഒരാളാണ്. അപ്പോ NSSനെയും സുകുമാരൻ നായരെയും ഒക്കെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്ന, സുകുമാരൻ നായർക്ക് അന്ന് കവചം തീർത്തിരുന്ന KB ഗണേഷ് കുമാർ ഇപ്പോ KB ഗണേഷ് കുമാറിന് പ്രത്യേകിച്ച് ഒരു പണിയും ഇപ്പോഴില്ല. നമുക്കറിയാം, അന്ന് സുരേഷ് ഗോപി ആക്ഷേപിക്കൽ, BJP കുറ്റം പറയൽ, അങ്ങനെയുള്ള ചില കലാപരിപാടികൾ നിരന്തര സുരേഷ് ഗോപി ആയിരുന്നു ആക്രമണത്തിന്റെ മുൾമുനയിൽ നിന്നിരുന്നത്. എന്നാൽ ഇപ്പോ സുരേഷ് ഗോപിയുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട്, അതായത് സുരേഷ് ഗോപി NSSനെ വിമർശിച്ചതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, സുരേഷിനെ അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഇതിന് തുടക്കം കുറിക്കുന്നത്. അതായത് സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അസംതൃപ്തരെ ഒരുമിച്ച് കൂട്ടി തന്റെ കാര്യം കാണാനാണ് ഗണേഷ് കുമാർ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഗണേഷ് കുമാറിനെ പത്തനാപുരത്തുകാർ എങ്ങനെയാണോ നിഷേധിച്ചത്, അതുപോലെ തന്നെ പത്തനാപുരത്തെ NSSും ഗണേഷ് കുമാറിനെ നിഷേധിച്ചത്. ഇപ്പോഴാണ് NSSനെതിരെ ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ NSSന് പറഞ്ഞോളൂ. ഞാൻ ചോദിക്കട്ടെ, അതായത് KB ഗണേഷ് കുമാറിന് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് BJPയിലേക്ക് ചേക്കേറാനുള്ള വല്ല പദ്ധതിയുണ്ടോ? അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം BJPയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പോ ബെന്തിക്കോസ് പക്ഷത്തോടൊപ്പം ചേർന്ന് നടന്നു നീങ്ങുന്ന ഒരാളാണെന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വെറുപ്പിച്ചുകൊണ്ട് ഏകീകൃത രൂപമുള്ള ഇത്തരം സഭകളെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടഞ്ഞതായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എന്നാലും ചെറിയ സാധ്യതകളുണ്ടോ എന്ന് പറയുന്നത്, അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം പോലും ഇല്ലാതിരുന്ന, അദ്ദേഹത്തോടൊപ്പം സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോ ഇനി ജീവിതത്തിൽ ഒരിക്കലും മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആകാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യം ഗണേഷ് കുമാറിന്റെ മുമ്പിലുണ്ടെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ KB ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രിയാകില്ല നമുക്കറിയുന്ന കാര്യമാണ്. കാരണം CPM ഒരു കാലത്തും ഭരിക്കാൻ പോകുന്നുമില്ല, അവരുടെ കക്ഷികൾക്ക് ഇനി യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. കേരളത്തിൽ നോക്കിയാലും ഇനി CPMന് ഒരു തിരിച്ചുവരവ് അസാധ്യമായ രീതിയിലാണ് കാര്യങ്ങളെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. രാഷ്ട്രീയത്തിൽ അസംഭവ്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്ന നീക്കം സുകുമാരൻ നായരെ, അതായത് അസംതൃപ്തരായ NSSന്റെ കുറേയേറെ പ്രവർത്തകരുണ്ട്, ആ പ്രവർത്തകരെ വെച്ച് ആ പ്രവർത്തകരുടെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുമോ, അതിനെ സുരേഷ് ഗോപി അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ശരിയാണ്, NSSന് വേണ്ടി കാര്യമായി ഒന്നും തന്നെ സുകുമാരൻ നായർ ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ നമ്മൾ നോക്കുമ്പോഴും സുകുമാരൻ നായർ ചില കാര്യങ്ങൾ ചെയ്തതിലെ ശരികൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോ കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മൾ കണ്ടത് SNDPയുടെ അധ്യാപകരുടെ കുറെ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അധ്യാപകരെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ 1 കോടി രൂപയാണ് SNDPയുടെ അധ്യാപക സ്ഥാനത്തിനായി, അധ്യാപകരെ നിയമിക്കാനായി വാങ്ങുന്നത്. അതും ആ പറയപ്പെടുന്നത് ബ്ലാക്ക് മണിയാണ്. അത് ഒരിക്കലും അക്കൗണ്ട് ത്രൂ അല്ല വാങ്ങുന്നത്, പണമായി തന്നെ നൽകണം എന്നുള്ളതാണ്. എന്നാൽ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം, സുകുമാരൻ നായർ NSSനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ 25 ലക്ഷം 30 ലക്ഷത്തിൽ കൂടുതൽ ഇതുവരെ കോളേജ് അധ്യാപക നിയമനത്തിന് വാങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും അക്കൗണ്ട് ത്രൂ ആണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ബന്ധുക്കളെയൊക്കെ അവിടെ അവരോധിച്ചു എങ്കിലും
അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും മറ്റ് കാര്യങ്ങളിൽ ചില കൃത്യതകൾ പുലർത്തുന്നത് കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെങ്കിലും സുകുമാരൻ നായരോടൊപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ നമുക്ക് കടുത്ത വിയോജിപ്പുണ്ട്. മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായി ഒന്നുകിൽ സർക്കാരിനെ വെറുപ്പിക്കും, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വെറുപ്പിക്കും, എന്തെങ്കിലും സാധ്യതകളെല്ലാം അടച്ചുകൊണ്ട് സമദൂരമാണ് ശരിദൂരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ സംഘടനയെ നയിച്ചാൽ ഒരു ഗുണവും സംഘടനയ്ക്ക് ഉണ്ടാവില്ല എന്ന് വ്യക്തമായിട്ട് അയാൾക്കറിയാം. എന്നിട്ട് പോലും അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ ഒരു വഴക്കം അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് ഒരു സംഘടന എങ്ങനെയാണ് ഒരു ക്രെഡിബിലിറ്റി അവരുടെ പല ഫാക്ടേഴ്സ് കൊണ്ടാണ് നമ്മൾ ഒരു സർക്കാർ വന്നാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ എങ്ങനെ പരിഗണിക്കണം തീരുമാനിക്കുന്ന പല ഘടകങ്ങളാണ്. അതിലൊന്ന് ഇന്റഗ്രിറ്റി. ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവരുടെ ഇന്റഗ്രിറ്റി പ്രധാനമാണ്. അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ബിഹേവിയർ വളരെ പ്രധാനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാലിക്കാതെ ഒരു കാര്യത്തിനും വേണ്ടി സർക്കാരിനെ ഒരു കാര്യത്തിൽ സമ്മർദ്ദത്തിലാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ വി ഡി സതീശനാണെങ്കിൽ തിരിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ മൊത്തത്തിൽ നാറിയ അവസ്ഥയിലാണ്, മൊത്തത്തിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലാണെന്ന് നമുക്കറിയാം. പക്ഷേ സുകുമാരൻ നായരെ ഇങ്ങനെ പറയുമ്പോഴും കെ ബി ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ നീക്കമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കെ ബി ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ നീക്കം ഈ സംഘടന പിടിച്ചെടുക്കാൻ, ചുളുവിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തിൽ അത് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല. അത് സുകുമാരൻ നായർ ഇവിടെ എനിക്കുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു തർക്കവുമില്ലാത്ത കാര്യവുമാണ് NSS എന്ന് പറയുന്ന സംഘടന ഏകാധിപത്യ പ്രവണതയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കേരളത്തിന്റെ സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സംഘടനയിൽ എത്രത്തോളം കൃത്രിമത്വങ്ങൾ നടക്കുന്നുവെന്ന്, അഴിമതികൾ നടക്കുന്നുവെന്ന് പുറം ലോകത്തിന്, ഒരുപക്ഷെ കരയോഗങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അതിനപ്പുറം അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് കെ ബി ഗണേഷ് കുമാർ എന്ന വ്യക്തിക്ക് എത്ര കണ്ട് യോഗ്യതയുണ്ട് ഈ കാര്യങ്ങൾ ഉന്നയിക്കുവാനും അല്ലെങ്കിൽ പുതിയ ഒരു വിഭാഗത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് എത്ര കണ്ട് യോഗ്യതയുണ്ട്? അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ആ വിഭാഗത്തിന്റെ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും NSSന്റെ ഭാവി? തീർച്ചയായിട്ടും യാതൊരു വിധത്തിലെ യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ. നമുക്കറിയാം, മന്ത്രിയായിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പൊതുസമൂഹത്തിൽ വന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ മോറൽ കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അത് വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് പറയുമ്പോഴും ഭാര്യയ്ക്ക് പരാതി ഉണ്ടായിരുന്നു. ഗാർഹിക പീഡനം അടക്കം അവർ പല പരാതികളും നൽകിയിരുന്നു. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളാവുമ്പോൾ ഒരു മന്ത്രി എന്ന രീതിയിൽ പരാതി ഉയർന്നാൽ അത് പരാതി തന്നെയാണ്, വ്യക്തിപരമെന്ന് നമ്മൾ പറയുമ്പോഴും അത് വ്യക്തമായ കാര്യമാണ്. അവിടെയാണ് നമുക്ക് ഭാര്യയ്ക്ക് പരാതിയിൽ ഒരാൾ വിവാഹമോചിതനായി പോയാൽ നമുക്കത് വ്യക്തിപരമായ കാര്യമെന്ന് പറഞ്ഞ് മാറ്റി നിർത്താം. പക്ഷേ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തിന്റെ പരസ്ത്രീ ഗമനത്തെ കുറിച്ച്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെ പ്രവൃത്തികളെ കുറിച്ച്, ഗാർഹിക പീഡനം അടക്കം, അവരെ ആക്രമിച്ചതടക്കം, അവരെ അടിച്ചതടക്കം, കൈ പിടിച്ച് ഒടിച്ചതടക്കമുള്ള കാര്യങ്ങൾ അവർ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞത് ഇന്നും സോഷ്യൽ മീഡിയയിൽ കാണാം. യാമിനി തങ്കച്ചിയുടെ ഒരു പത്രസമ്മേളനം നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. ആ പത്രസമ്മേളനത്തിൽ അവർ വ്യക്തവും കൃത്യമായ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന് അത്. രണ്ട്, അതെ, പിന്നീട് വന്ന ഇപ്പോഴത്തെ പുതിയ ഭാര്യയും ഇതേ വിഷയം തന്നെ പുതിയ ഭാര്യയും പറയുകയും, എന്നാൽ ചില ബിസിനസ് താല്പര്യങ്ങളുടെ പേരിൽ പുതിയ ഭാര്യ അവസാനം ഈ ആരോപണങ്ങളിൽ നിന്ന് പിന്തിരിയുകയുമായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിണറായി വിജയന്റെ സർക്കാരുമായി ചേർന്ന് നടത്തുന്ന ചില കച്ചവടങ്ങൾ, ആ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇവർ തമ്മിൽ അങ്ങ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോവുകയായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ രണ്ടും ഒരേ പാറ്റേണിൽ തന്നെയാണ് പറഞ്ഞതെന്നുള്ളത് കൊണ്ട് തന്നെ അത് സത്യമാണ്. ഇവർ ഉപദ്രവിക്കുന്നതും പരസ്ത്രീ ഗമനങ്ങളും ഒക്കെ സത്യമാണെന്നറിയാം. അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എനിക്ക് 500ഓളം പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. NSS എന്ത് വിശ്വസിച്ചാണ് അവിടേക്ക് ഇയാളെ കയറ്റുന്നത്? ഇത്തരം ഒരു പരസ്ത്രീ ഗമനമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവമുള്ള ഒരാളെ എങ്ങനെയാണ് NSSന്റെ കൂടെ ചേർത്ത് നിർത്താൻ കഴിയുന്നത്? അവിടുത്തെ സ്ത്രീകളെ കൂടി ഇനി മലീമസമാക്കാനും അവിടെയും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാനാണോ? ഒന്ന്. രണ്ട്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി അദ്ദേഹം ഇരുന്നിട്ടുണ്ട്? സ്വന്തം അച്ഛൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്തായിരുന്നു? കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് കെ ബി ഗണേഷ് കുമാറിന്റെ പിതാവിന്റെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ കുടുക്കാൻ ഏതറ്റം വരെയും പോകും, അതായത് ഏത് നെറികേടും കാണിക്കുമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമല്ലേ അത്? അപ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ഒരു സംഘടനയുടെ ഭാഗമായിരിക്കാൻ, ഒരു മന്ത്രിയായിരിക്കാൻ, ഒരു പൊതുപ്രവർത്തകനായിരിക്കാൻ, ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ എന്നുള്ളതാണ്. കെ ബി ഗണേഷ് കുമാർ NSSന്റെ നേതൃത്വത്തോട് ചേർന്ന് നിന്ന കാലത്തായിരുന്നു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചതെങ്കിൽ അത് 1% നമുക്ക് മുഖവിലേക്ക് എടുക്കാമായിരുന്നു. എന്നാൽ അത്
അല്ല സംഭവിച്ചിട്ടുള്ളത്. KB ഗണേഷ് കുമാറിനെ പടിയടച്ച് NSS പടിയടച്ച് പിണ്ടം വെച്ചപ്പോഴാണ് ഇപ്പോ പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത്. KB ഗണേഷ് കുമാറിന് മറ്റുള്ള ഈ സമയത്ത്, അതായത് കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ കുളം കലക്കി മീൻ പിടിക്കാനുള്ള ശ്രമമാണ്, അതിൽ ആരും ഇടപെടരുത്. എന്നാൽ NSSനെതിരെയുള്ള ആ നീക്കങ്ങളിൽ മറ്റാരെങ്കിലും അതിന്റെ ഭാഗഭാക്കാകുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അവിടെ KB ഗണേഷ് കുമാറിനെ, അതായത് സത്യസന്ധരായ ആരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രശ്നവുമില്ല. അവർ അങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിനും NSSനെ നവീകരിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ KB ഗണേഷ് കുമാറിനെ അതിന്റെ നേതൃസ്ഥാനത്തോ അമരത്തോ അവരോധിക്കേണ്ടതില്ല. ഒരു രീതിയിലും ക്രെഡിബിലിറ്റി ആണെങ്കിലും മൊറാലിറ്റി ആണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും നിലപാടിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നിലും തന്നെ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാനോ ഒരു കാര്യത്തിലും പറഞ്ഞ വാക്കുകളെ വിശ്വസിക്കാനോ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് KB ഗണേഷ് കുമാർ എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ട്, പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്നിരുന്നാലും ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിൽ നിലനിന്നു പോകുന്നതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങൾ, പത്തനാപുരത്തെ ജനങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് യഥാർത്ഥ മുഖം ഇയാളുടേത് ബോധ്യം വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും NSSുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കങ്ങളിലും KB ഗണേഷ് കുമാറുമായി കൂട്ടുപിടിക്കാനോ KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് KB ഗണേഷ് കുമാറിന്റെ ഒപ്പം അണിചേരാനോ ആരും ശ്രമിക്കരുത്. മറ്റു നീക്കങ്ങൾ തുടരുകയും ചെയ്യാം എന്നുള്ളതാണ് എന്റെ ഒരു ഈ വിഷയത്തിലെ അഭിപ്രായം. ലോകാരാധ്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സംഘടനയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിലൂടെയാണ് കേരള കോൺഗ്രസ് ആരംഭിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കേരള കോൺഗ്രസ്, അതിന്റെ ഒരു സെഗ്മെന്റ്, ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ള കേരള കോൺഗ്രസ് B, അതിൽ എത്ര കണ്ട് ജനാധിപത്യം ഉണ്ട് ഇപ്പോൾ? അദ്ദേഹം ഇങ്ങനെ NSSനെതിരെ ആക്ഷേപിക്കുന്നു. അദ്ദേഹത്തിന് ജനാധിപത്യം എവിടെയില്ല, ക്രെഡിബിലിറ്റി എവിടെയില്ല നമുക്ക് ബോധ്യം വന്നല്ലേ ഹരി. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ സഹോദരിമാർ, അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹത്തിനെതിരെ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അച്ഛൻ, ഇതിൽ പരം എന്താണ്? ഇപ്പൊ എന്നെയൊക്കെ പലരും കുറ്റപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ പലരും കുറ്റപ്പെടുത്താറുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തികളല്ല, നമ്മളെ അറിയുന്നവരല്ല, നമ്മളെ അറിയാത്ത ഏതെങ്കിലും കോണിലിരുന്ന് ആരെങ്കിലും പറയുന്ന അഭിപ്രായം, അല്ലെങ്കിൽ നമ്മളോട് ഏതെങ്കിലും രീതിയിൽ ശത്രുത പുലർത്തുന്നവരാണ്. അത്തരം അഭിപ്രായങ്ങളല്ലല്ലോ കുടുംബത്ത്. അച്ഛൻ, അമ്മ, സഹോദരി, അമ്മ വന്നിട്ടില്ല എന്ന് തോന്നുന്നു പബ്ലിക്കലി, അമ്മയ്ക്ക് പബ്ലിക് ആക്സസ് ഉണ്ടായിരുന്നില്ല. അച്ഛൻ, സഹോദരി, അങ്ങനെ ഭാര്യമാർ അടക്കമുള്ളവർ, അതിൽ പരം എന്താണ് വേണ്ടത്? അപ്പോ ഒരു വ്യക്തി എത്രത്തോളം മോശമാണെന്ന് അറിയാൻ പിന്നെ അതിന്റെ വീട്ടുകാർ പോലും പല ഘട്ടങ്ങളിലും ആരോപണത്തിന്റെ നിഴലിൽ ഇയാളെ നിർത്തുമ്പോ ഇയാൾ ഇത്രത്തോളം മോശമാണെന്ന് അറിയാൻ പിന്നെ വേറെ പഴുപടിപ്പരെ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ലല്ലോ. യാതൊരു ക്രെഡിബിലിറ്റിയോ മൊറാലിറ്റിയോ ഒന്നുമില്ലാത്ത ഒരാൾ അയാൾ വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഉറപ്പിച്ച് ചില നല്ല ശബ്ദമാണ്, സംസാരിക്കാൻ അറിയാം, ഉറപ്പിച്ച് ചില കാര്യങ്ങൾ അങ്ങ് പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ജനങ്ങൾക്ക് നമുക്കൊരു കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ആർട്ടിക്കുലേഷന്റെ ഒരു മികവ് ചിലപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാരണമായി മാറും. അത്തരം ആർട്ടിക്കുലേഷൻ മികവുള്ള ഒരാളാണ് KB ഗണേഷ് കുമാർ, നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം വന്ന് പറയുന്ന കാര്യങ്ങൾ അതേപടി വിഴുങ്ങാൻ ശ്രമിക്കരുത്. അദ്ദേഹം ഈ കാലം അത്രയും, അദ്ദേഹത്തിന്റെ ചരിത്രം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ കാലം അത്രയും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ, ഒരു മകൻ എന്ന രീതിയിൽ, ഏത് രീതിയിൽ നോക്കിയാലും പരാജയപ്പെട്ടു പോയ ഒരാളാണ് അയാളെന്ന് നമുക്കറിയാം. പക്ഷെ അയാൾ പണത്തിന്റെ ഹൂങ്കിലും മറ്റു കാര്യങ്ങളും കൊണ്ട് അഭിരമിച്ച് നടക്കുകയും ജനങ്ങളുടെ മുന്നിൽ ഇത്രയും കാലം MLA ആയിരുന്നത് കൊണ്ടും മന്ത്രി ആയിരുന്നത് കൊണ്ടും ഒക്കെ നടത്തിക്കൊണ്ടുപോയ ഒരു ഉഡായിപ്പ് നീക്കങ്ങളാണിതെന്ന് നമുക്ക് വ്യക്തമാകുന്നു. മാത്രമല്ല, ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് അവിടെ അഭിപ്രായ വ്യത്യാസം, അന്ന് യാതൊരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ലാതിരിക്കുകയും അന്ന് സുകുമാരൻ നായരോടൊപ്പം ഉറച്ചു നിൽക്കുകയും സുകുമാരൻ നായരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചാടി വീഴുകയും ചെയ്തിരുന്നവർ സ്വന്തമായി പുറത്താകുമ്പോൾ അത്ര ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. ഈ അഭിപ്രായം നേരത്തെ ആയിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞതെങ്കിൽ 1% മുഖവിലേക്ക് എടുക്കാമായിരുന്നു. ഇത് ഈ അഭിപ്രായം ഇപ്പോ പറയുമ്പോൾ ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അദ്ദേഹം തന്നെയാണ്. വേറെ ആരൊക്കെ കേരള കോൺഗ്രസ് ബിയുടെ ഭാഗമായി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ നമുക്കറിയാമോ? ആകെ അറിയുന്ന KB ഗണേഷ് കുമാർ, ശരണ്യ മനോജ് ഉണ്ടായിരുന്നു, മനോജും കൂടെ ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ 1-2 പേർക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സഹോദരിമാരടക്കമുള്ളവർ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ബിന്ദു എന്ന് പറയുന്ന സഹോദരി ആരോപണം ഉന്നയിച്ചു വന്നിരുന്നു. അവരെയാണ് അന്ന് ഇതിന്റെ തലപ്പത്ത് കൊണ്ടുവരാൻ ആലോചിച്ചിരുന്നത്. അച്ഛനടക്കമുള്ളവർ അത് സംസാരിച്ചിരുന്നൊക്കെ അവർ നേരത്തെ പറഞ്ഞു. പാർട്ടിയിലും അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ KB ഗണേഷ് കുമാർ അതെല്ലാം അട്ടിമറിക്കായിരുന്നു എന്ന ആരോപണമൊക്കെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ? അവരുടെ വ്യക്തിപരമായ കാര്യം, കുടുംബ സ്വത്ത് തർക്കം, പല വിഷയങ്ങൾ ഇപ്പൊ സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുടുംബ സ്വത്ത് തർക്കം സെറ്റിൽ ചെയ്യാനുള്ള നീക്കം ഉണ്ടെന്നോ, സെറ്റിൽ ചെയ്യുന്നോ മനസ്സിലാക്കുന്നു.
ഏതായാലും ഒരു രീതിയിലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ. അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിന്റെ നീക്കങ്ങൾ NSSനെ നന്നാക്കാനാണെന്നും ഇവിടുത്തെ നായന്മാരെയൊക്കെ ഉദ്ധരിക്കാനാണെന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അതല്ല, അയാൾക്ക് ഇപ്പോ മന്ത്രിസ്ഥാനമില്ല, MLA സ്ഥാനമില്ല, എവിടെയെങ്കിലും ഒന്ന് ഇരിപ്പുറപ്പിക്കണം, സിനിമയിൽ കാര്യമായ ഇതില്ല, ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി അതും അതും കാര്യമായി നടക്കുന്നില്ല, അതും പോയി ശ്വേതാമേനോൻ വന്നതോടെ. അപ്പൊ ഒരു പണിയില്ലാതിരിക്കുമ്പോ എവിടെങ്കിലും ഒന്ന് കയറിപ്പറ്റി എന്തെങ്കിലും ഒന്ന് നേടാൻ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല, ലൈസൻസ് വരെ പോയി എന്നാ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്ന് തന്നെ കരുതാം. വീട്ടിൽ കുറച്ച് കളിപ്പാട്ട കാറുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അത് ഉരുട്ടിക്കൊണ്ട് നടക്കാൻ വേണ്ടിട്ട് മാത്രമേ പറ്റൂ. അമ്മ കുറെ കാറുകൾ വാങ്ങിക്കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇത് ഇപ്പോഴത്തെ നിലവിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇതാണ് ഇപ്പൊ ഗണേഷ് കുമാറിന്റെ ഒരു അവസ്ഥ. അദ്ദേഹം ഇനിയിപ്പോ ഇങ്ങോട്ട് ചേക്കേറണം എന്നറിയില്ല. എന്നാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം പല ശ്രമങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കട്ടെ, അത് ഒരു ഭാഗത്ത് അങ്ങനെ കടന്നു പോകട്ടെ. അപ്പോഴും NSS ഉയർത്തുന്ന NSS എന്ന് പറയുന്ന ഒരു സംഘടന, മന്നത്താചാര്യൻ ഉണ്ടാക്കിയ ആ സംഘടന ഇന്ന് എന്താണ് NSSന്റെ ഒരു സാമൂഹിക പ്രസക്തി എന്ന് പറയുന്നത്? അതായത് ബഡ്ജറ്റ്, കേരള ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്ന സംഘടനയാണ്. എന്താണ് ഇന്ന് അവർ സമൂഹത്തിൽ ചെയ്യുന്നത്? എന്തെങ്കിലും വിദ്യാലയങ്ങൾ തുടങ്ങുന്നുണ്ടോ? ആശുപത്രികൾ തുടങ്ങുന്നുണ്ടോ? അവർക്ക് പെരുന്നയ്ക്കപ്പുറം എന്താണ് ഇന്നത്തെ NSS? പെരുന്നയ്ക്കപ്പുറം യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് തന്നെ മനസ്സിലാകുന്നു. പെരുന്നയിൽ പോലും പ്രസക്തിയില്ല. NSSന്റെ ആസ്ഥാനത്ത് സുകുമാരൻ നായർക്ക് ഇപ്പോ ഈ ഏകാധിപതിയായി നിൽക്കുന്നത് കൊണ്ട്, മറ്റുള്ള ഒരു ബദൽ സംവിധാനം ഉയർന്നു വരാത്തത് കൊണ്ട് തൽക്കാലം കുറച്ച് പ്രസക്തി അവിടെ ആസ്ഥാനത്ത് മാത്രമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ബന്ധുക്കളെയും കൂട്ടുകാരെയും എല്ലാവരെയും അവിടെ അവരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത തലമുറയിലെ ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പോഴത്തെ കാര്യമെങ്കിലും കൂടി ചേർത്ത് വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഏതാണ്ട് രണ്ടാം തലമുറ, സുകുമാരൻ നായരുടെ രണ്ടാം തലമുറ അവിടെ കയറി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത തലമുറയിലുള്ള ആൾക്കാരൊക്കെയാണ് ഇനി വരേണ്ടത്. അത് രണ്ടാം തലമുറക്കാർ നോക്കിക്കോളും. അതായിരിക്കും ഇപ്പൊ ഇത്രയും കാലം ഇത് വിടാതെ പിടിച്ചു നിൽക്കുന്നതെന്ന് തോന്നുന്നു. രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ ഒരു വിലയുമില്ലാത്ത ഒരു പ്രസ്ഥാനമായി ഇപ്പോ NSS മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചിട്ട് മുഖ്യമന്ത്രി മുഖം തിരിഞ്ഞെടുക്കുന്ന മറ്റുള്ള സംഘടനകളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവരോടൊക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇടപെടുന്നത് എന്ന് കണ്ടു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുകുമാരൻ നായരുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. സുകുമാരൻ നായർ തിരിച്ചറിയണം. ഈ സംഘടനയെ ദയവ് ചെയ്ത് അങ്ങ് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചുകൊണ്ട് പടിയിറങ്ങുകയാണ് നല്ലത്. ഇവിടെ ജീവിതകാലം മുഴുവൻ അവിടെ ഇരുന്ന് ഈ സംഘടനയെ നശിപ്പിക്കാം എന്നുള്ള ചിന്ത അങ്ങ് ഉപേക്ഷിക്കണം. അങ്ങ് തന്നെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പ്രസക്തിയുമില്ല. ആരും പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ സുകുമാരൻ നായർ പറഞ്ഞ ആരെങ്കിലും ഒരു വോട്ടെങ്കിലും ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല കേട്ടോ. നമ്മുടെ NSS ആണ് എന്നുള്ളത് കൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നേരെ മറിച്ച് മറ്റ് സംഘടനകൾക്കൊന്നുമല്ല ഏകീകൃത രൂപമുണ്ട്. അവർ ചിന്തിക്കുന്നത് നടപ്പാക്കാനും അതുകൊണ്ട് തന്നെ അവർക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനും അവർക്ക് സമൂഹത്തിൽ സ്വാധീന ശക്തിയായി നിൽക്കാനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ ഒരു സാമൂഹ്യ ശക്തിയായി മാറാൻ കഴിയുന്നുണ്ട്. ഇവിടെ അത് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണം കാലാകാലങ്ങളായി ശരിദൂരവും സമദൂരവും ഒക്കെ പറഞ്ഞ് ഈ പറയപ്പെടുന്ന സുകുമാരൻ നായർ നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിസ്കോ ഡാൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്കോ ഡാൻസുകളാണ് ഇതിൽ പ്രധാനം. അതുകൊണ്ട് ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കുക. വെറുതെ കടന്ന് ബഹളം വെക്കേണ്ട ഒരു കാര്യമില്ല. ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി വെറുതെ ഇങ്ങനെ നിൽക്കാമെന്നല്ലാതെ ഒരു പ്രസക്തിയും ഇല്ലാതായി. വളരെ സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞിരുന്ന സംഘടനയാണ്, വളരെ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ്. ഒരു കാലത്ത് NSSനെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അത്തരം ആൾക്കാർ പിന്നെ നിയമസഭ കാണില്ല എന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ടാണ് NSSന് ഇപ്പോൾ ഇത്രയും ദാരുണമായ ഒരു അവസ്ഥ. സുകുമാരൻ നായർക്ക് എന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണെന്ന് അറിയില്ല, എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ തലമുറകളെ സംരക്ഷിച്ചു നിർത്തുവാനായിരുന്നോ ഒരു സമയത്ത് ഹിന്ദുക്കളെ ഏറ്റവും അധികം ദ്രോഹിച്ചിരുന്ന, അയ്യപ്പനെ ദ്രോഹിച്ച, ഗണപതി വിട്ടാണെന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ഈ ഒരു ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് കുഴലൂതുവാൻ വേണ്ടിയിട്ട് ഈ ശ്രീ സുകുമാരൻ നായർ പോയത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ, അദ്ദേഹത്തിന്റെ തലമുറകളെ സംരക്ഷിക്കാനായിരുന്നു. ഇപ്പോൾ VD സതീശനെ കാണാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നേട്ടത്തിനാണോ അതോ പൊതുവിൽ ആ സമുദായത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണോ? അല്ലല്ല, ഞാൻ മനസ്സിലാക്കുന്ന മരുമകന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് VD സതീശനെ കാണാൻ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെ നായന്മാർ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നായന്മാരുടെ പ്രശ്നത്തിനോ ഏതെങ്കിലും സ്കൂളുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിനോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം NSSനെ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ളത്. അത് സത്യം തന്നെയാണ്. പക്ഷെ അവിടെ
പകരക്കാരനായി കെ ബി ഗണേഷ് കുമാർ വേണ്ട, അയാളും ഇത് തന്നെയാണ് പിന്തുടരുന്നത് മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ പറയുന്ന അഭിപ്രായം. അതുകൊണ്ട് സുകുമാരൻ നായർ നല്ലവനാണെന്ന അഭിപ്രായമല്ല നമ്മൾ പറയുന്നത്. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇപ്പോ പിടിച്ചെടുക്കാനും അവിടെ കയറി ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഗണേഷ് കുമാർ വരുന്നത് ഇതിലും അപ്പുറം വലിയ ദുരന്തത്തിലേക്ക് അത് കലാശിക്കും. NSSനെ എക്കാലവും NSS ഇല്ലാതാകാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് ജനാധിപത്യവാദികളല്ല, രണ്ട് ഏകാധിപതികളായിട്ടുള്ള ആൾക്കാരുടെ സംഘർഷമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഭാഗത്ത് അവിടെ സുകുമാരൻ നായരാണെങ്കിൽ മറുഭാഗത്ത് കെ ബി ഗണേഷ് കുമാർ ആണ് എന്നുള്ളത് മാത്രം. ഇവരുടെ രണ്ടുപേരുടെയും ഈ പടലപ്പിണക്കം, അവരുടെ രണ്ടുപേരുടെയും വടംവലി എന്നത് തങ്ങൾക്ക് വേണ്ടി, തങ്ങൾക്ക് ആധിപത്യം ഉറപ്പിക്കുക, തങ്ങളുടെ കുടുംബങ്ങളെ ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിനു വേണ്ടിയിട്ടല്ല നായർ സമുദായം നിലകൊള്ളേണ്ടത്. ഒരിക്കൽ കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തിന് വളരെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന സവർണ ജാഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയ ഒരു സമുദായമാണ്. അത് അധപ്പതിച്ചു പോകാൻ പാടില്ല. പുതിയ ജനാധിപത്യ സംസ്കാരം അതിനുള്ളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്.